Defy എന്ന് പറഞ്ഞ ബ്രാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എന്നാൽ ആ ഒരു ബ്രാൻഡിൽ നിന്ന് ഇതുവരെയ്ക്കും നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ ഞാൻ ചെയ്തിട്ടില്ല. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു TWS എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് ഉള്ളിലെന്തോ, പക്ഷേ അതിന് വലിയ റേറ്റിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇറങ്ങിയ പ്രോഡക്റ്റുകൾ വന്നിട്ട് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കാണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന കുറച്ച് പ്രോഡക്റ്റുകൾക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. കൂടാതെ സ്മാർട്ട് വാച്ചൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് TWS ആണ് ഗ്രാവിറ്റി ടർബോ. 1499 രൂപ നോർമൽ റേറ്റ്. എന്നാൽ ഇത് ലോഞ്ച് ആയ സമയത്ത് 1.5 മണിക്കൂറത്തേക്ക് 990 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ഡിഫൈയുടെ ലോഗോയും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും ഗ്രാവിറ്റി ടർബോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വലതുവശത്തും ഇടതുവശത്തും ഒക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇനി ഏറ്റവും പറയുന്നത് നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് മാർച്ച് 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2999 രൂപയാണ്. എന്നാൽ ഇത് ആ ഒരു ഫസ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് 1.5 മണിക്കൂറത്തേക്ക് 990 രൂപയും അതിനുശേഷം 1299 മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. മേഡ് ഇൻ ചൈനയാണ്. ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് വൈറ്റ് കളറിലും അവൈലബിൾ ആണ്. 2 കളർ മാത്രമേ ഉള്ളൂ. ബോക്സ് ആക്ച്വലി നമുക്ക് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിറകിലത്തെ ആ ഒരു ഡിസൈനെ കാണുമ്പോഴത്തേക്ക് സെയിം നമ്മുടെ ബോട്ടിൻ്റെ പോലത്തെ അത് തന്നെയാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഇമാജിൻ തന്നെയാണ്. ടാഗ്, ബോട്ട്, ഈ ഒരു ഡിഫൈ ഒക്കെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നത് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമാജിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന മറ്റുള്ള ആക്സസറീസ് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടൈപ്പ് സി കേബിളും അതുപോലെ തന്നെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുമാണ്. അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്, ഒരു വാറണ്ടി കാർഡുണ്ട്. നമ്മൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു മിസ് കോൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ മതി, നമ്മുടെ വാറണ്ടി രജിസ്റ്റർ ആവുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ് എന്ന് പറയുന്നത്. എന്തായാലും കേസിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. അട്രാക്റ്റഡ് ആണ്. മറ്റുള്ള ഗെയിമിംഗ് ഇയർബഡുകളൊക്കെ പോലെ തന്നെയാണ് ലുക്കും ഒക്കെ. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആണെന്നുള്ളത്. പിന്നെ റോക്ക് 100 GTയിൽ നമ്മൾ ആ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് പോർഷൻ കണ്ടായിരുന്നല്ലോ, അതുപോലെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ LED ലൈറ്റ് കത്തി കിടന്നാൽ പോലും നമുക്ക് പുറമേ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഈ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് പോർഷൻ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒക്കെ തന്നെ ആ ഒരു മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഏറ്റവും മുന്നിലായിട്ട് ഡെഫിയുടെ ലോഗോ ഉണ്ട്. കൂടാതെ ഏറ്റവും പുറകിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 400 mAh നിന്നും കമ്പനി അവകാശപ്പെടുന്നത് അപ് ടു 30 hours ആണ് ടോട്ടൽ പ്ലേ ടൈം എന്ന് പറഞ്ഞത്. നമ്മളൊരു 50-60 മാക്സിമം 70% കേട്ട് കഴിഞ്ഞാൽ ആ ഒരു 30 മണിക്കൂർ കിട്ടത്തുള്ളൂ. കൂടാതെ 1.5 hours ആണ് ചാർജിങ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബ്രിസ്ക് ചാർജിങ് എന്നൊരു ടെക്നോളജി ഉണ്ട്. അതായത് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ടൈപ്പ് സി ആണല്ലോ. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ചാർജ് കഴിഞ്ഞാൽ 180 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. പിന്നെ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ ആ ഒരു ബോക്സിൽ തന്നെ ബോട്ടിന്റെ മറ്റുള്ള പ്രോഡക്റ്റുകളിൽ കാണുന്ന പോലെ ഇവിടെയുണ്ട് 5V2 ആണ് ചാർജിങ് അഡാപ്റ്റർ യൂസ് ചെയ്യേണ്ടതുള്ളത്. അതായത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 10 wattsൻ്റെതാണ്. ഇനി നമ്മൾ ഈ ഒരു കേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇയർബഡുകൾ ഇരിപ്പുണ്ട്. കൂടാതെ ലൈറ്റുകൾ കണ്ടോ, അപ്പുറം ഇപ്പുറം ഒക്കെ കത്തി ആ ഒരു ഫ്ലാഷിൻ്റെ ലോഗോ ഒക്കെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഇതിനകത്ത് ആ ഒരു ക്വിക്ക് പെയർ ആൻഡ് കണക്ട് ടെക്നോളജി ഉണ്ട്. എന്താണ് ക്വിക്ക് പെയർ ആൻഡ് കണക്ട് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഹൈപ്പർ സിങ്ക് ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി എന്താണോ അത് തന്നെയാണ്. നമ്മൾ ഓൾറെഡി പെയർ ചെയ്തേക്കുന്ന ഡിവൈസിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കേസ് ഓപ്പൺ ചെയ്താൽ തന്നെ. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള മാറ്റ് ഫിനിഷ് ഡിസൈൻ ആണ് നമുക്ക് ഇയർബഡുകളിലും കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പുറകിലായിട്ട് ഡെഫിയുടെ ലോഗോ ആണ്. അവിടെയാണ് ആക്ച്വലി ടച്ച് സെൻസേഴ്സ് ഇരിക്കുന്നത്. കൂടാതെ നടുക്കായിട്ട് ആ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത്. നമ്മുടെ ടാഗിലൊക്കെ കണ്ടല്ലോ, അത് ആ റോ 100 GTയിൽ അതുപോലെയാണ്. എന്നാൽ ബോട്ടിലാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കുറച്ച് ചെറുതായിട്ട് അങ്ങോട്ട് ഏറ്റവും അടിയിലായിട്ട്, എന്നാൽ ഇവിടെ നടുക്കായിട്ടാണ്. എന്നാൽ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. കൂടാതെ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ 3.9 grams മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെവിയിലൊക്കെ വെച്ചാലും അങ്ങനെ ചെവി ഇരിക്കുന്ന പോലും അറിയത്തില്ല, അത്രയും വെയിറ്റിലായി
ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. അപ് ടു 6 hours ആണ് സിംഗിൾ ചാർജിൽ കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. 6 hours നമുക്ക് കിട്ടണമെങ്കിൽ 70% നമ്മൾ പാട്ട് കേട്ടാലേ പറ്റത്തുള്ളൂ. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ എബൌട്ട് 30 minutes ആണ്, അതായത് 30 മണിക്കൂർ മതിയാവും ഈ ഒരു പ്രോഡക്റ്റ് 100% ചാർജ് ആകാനായിട്ട്. ഇയർബഡ്. ഇനി നമ്മുടെ ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച് സെൻസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ടച്ച് ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ വലതുവശത്ത് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, സെയിം അത് നമ്മൾ ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ കോൾ റിജക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ വലതുവശത്ത് നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ഒരു 3 സെക്കൻഡിലേക്ക് ചെയ്യുവാണെങ്കിലാണ് ഇതിനകത്ത് 50 ms ആ ഒരു ടർബോ മോഡ്, അതായത് ലോ ലേറ്റൻസി മോഡ് ഉണ്ട്, അത് വർക്ക്ഔട്ട് ആകുന്നതാണ്. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ്, അതായത് ഗൂഗിൾ അസിസ്റ്റൻസ്, സിറി ഒക്കെ വർക്ക്ഔട്ട് ആകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ബേസിക് ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു വെയറിംഗ് കംഫർട്ട് ഒക്കെ പറയുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു പ്രശ്നവുമില്ല. എൻ്റെ ചെവിയിൽ നല്ല രീതിക്ക് ഇരിപ്പുണ്ട്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ANC ഇല്ലെങ്കിൽ പോലും നമ്മൾ പബ്ലിക്കിലൊക്കെ പോയിട്ട് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത്, പൊതുവേ ഇതൊക്കെ ഗെയിമിങ്ങിനാണല്ലോ വാങ്ങിക്കുന്നത്, അതുകൊണ്ടാണ് ഗെയിമിംഗ് പറഞ്ഞത്. ആ ഒരു ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്, അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈക്ക് ക്വാളിറ്റി ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതൽ. എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡെഫൈ ഗ്രാവിറ്റി ടർബോയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ക്വാഡ് മൈക്ക് ആയതുകൊണ്ട് തന്നെ ഇൻഡോറിനകത്ത് ഞാൻ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു മൈക്ക് ഔട്ട്പുട്ട്, ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഔട്ട്ഡോർ ഞാൻ വൈകിട്ട് സൈക്ലിങ്ങിന് പോകുമ്പോഴത്തേക്ക് നോയ്സിന് ചെയ്യാൻ പറ്റില്ല, നോക്കട്ടെ ഇന്ന് പറ്റുമെങ്കിൽ ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റിനെയും കൂടി ഒരുമിച്ചിട്ട് സൈക്ലിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ നോക്കാം. അതുകൂടി കാണുമ്പോഴത്തേക്ക് ഔട്ട്ഡോറിലുള്ള ആ ഒരു മൈക്ക് ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ അങ്ങനെ പെട്ടെന്ന് അടിച്ചു പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി ഒരു പ്രോഡക്റ്റിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മ്യൂസിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഇംപ്രസ്ഡ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫൈ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല മറ്റുള്ളവരും ഇതുപോലെയൊക്കെ തന്നെയാണോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഇയർബഡിൽ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു റിച്ച് ക്വാളിറ്റിയിലാണ് ഈ കിട്ടുന്നത്. ബോട്ട് എയർഡോപ്സ് 191G അതുപോലെ തന്നെ നമ്മുടെ റോഗ് 100GT കൂടാതെ ഡിഫൈ ഗ്രാവിറ്റി ടർബോ, ഈ 3 എണ്ണത്തിൽ മ്യൂസിക് ക്വാളിറ്റി ഏതിനാണ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഈ ഒരു ഗ്രാവിറ്റി ടർബോയിൽ തന്നെ എന്നുള്ളതാണ്. ഡിഫൈയുടെ മറ്റുള്ള പ്രോഡക്റ്റുകളിൽ എങ്ങനെയാണ് മ്യൂസിക് ക്വാളിറ്റി എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതിനകത്ത് നല്ല പെർഫെക്റ്റ് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. നല്ല ബേസ് ഡോമിനേറ്റഡ് ആണ്. കൂടാതെ ട്രെബിളും മോണോ ഒക്കെ തന്നെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടോട് ാണ് കിട്ടുന്നത്. SBC AAC ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ട് കേട്ടാൽ പോലും ആ ഒരു പതർച്ച എന്ന് പറഞ്ഞ സംഭവം കിട്ടത്തില്ല. അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് തന്നെയാണ്. റിച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഒരു 1499 രൂപയിൽ കിട്ടുന്ന ആ ഒരു അകത്ത് കിട്ടുന്ന പ്രോഡക്റ്റുകളിൽ എന്തായാലും അത്യാവശ്യം നല്ല ഒരു മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഡിഫൈ ഗ്രാവിറ്റി ടർബോ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഞാൻ ഇവരുടെ ഫ്ലിപ്കാർട്ടിൽ ഈ പ്രോഡക്റ്റിന്റെ റിവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാബ്ര Elite 3യും അതുപോലെ തന്നെ JBL 230 NC ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അതുമായിട്ടൊന്നും പറ്റത്തില്ല. എന്നാൽ പോലും നമുക്കിതിൻ്റെ ക്വാളിറ്റി ഒരു 1500 രൂപയ്ക്കുള്ളിൽ മറ്റുള്ള ഇയർബഡുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ ബേസ്റ്റ് ആണെന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി 50 ms ആ ഒരു ലോ ലേറ്റൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ വർക്കൗട്ട് ആകുന്നുണ്ട്. ലോ ലേറ്റൻസി ബാറ്റിൽ ഫീൽഡ് ഗ്രൗണ്ട് കളിക്കുമ്പോഴത്തേക്ക് ഞാനൊരു ഗെയിം പ്ലേ ഫുള്ള് കളിച്ച് നോക്കിയില്ല, എന്നാൽ പോലും കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. 3 seconds നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടർബോ മോഡ് ഓൺ എന്നൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സംശയം ഉണ്ടാവത്തില്ല ടർബോ മോഡിലാണോ അല്ലെങ്കിൽ അത് ഓഫിലാണോ കിടക്കുന്നുള്ളത്. പിന്നെ വീഡിയോ കാണുമ്പോഴത്തേക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ പ്ലെയറിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്ലെയറിലൊക്കെ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ടർബോ മോഡ് ഓൺ ആക്കിയില്ലെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. 1499 രൂപയ്ക്ക് നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ നോക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഗെയിമിംഗ് ഇയർബഡ് നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഡിഫൈ ഗ്രാവിറ്റി ടർബോ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വീണ്ടും പറയണത് 191 ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ റോഗ് 100GT ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ മുന്നിൽ നിൽക്കത്തില്ല
എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് തന്നെയായിരിക്കും ടോപ്പ് 1 നിൽക്കുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം നമുക്ക് അറിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷനാണ് ഈ പറയുന്നത്. ഡ്യൂറബിലിറ്റി നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയാനും പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഡിഫൈ ഗ്രാവിറ്റി ടർബോനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇത് ഞാൻ വിൽക്കുന്നുണ്ട്, എത്ര രൂപയാണെന്നൊക്കെ ഉള്ളത് ആ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.